ഹായ്, ഞാൻ സുരേഷ് ചേർത്തല. കഴിഞ്ഞ ദിവസം ഈ ഡയബറ്റിക്കിന്റെ കോംപ്ലിക്കേഷനെ കുറിച്ച് ഓൺലൈനിൽ ഞാനൊരു വിശദമായ ക്ലാസ് എടുത്തിരുന്നു. ഏകദേശം ഒരു 45-50 മിനിറ്റ് ദൈർഘ്യമുണ്ട് ആ ക്ലാസ്. അപ്പൊ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോയാണ് ഞാൻ ഈ തയ്യാറാക്കിയിരിക്കുന്നത്. നന്നായിട്ട് കേൾക്കുക. എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും കാണുക, കേൾക്കുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ അയച്ചു കൊടുക്കുക. ഓക്കെ. ഷുഗർ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണത് എങ്ങനെയാന്ന് വെച്ചാൽ ഒറ്റയടിക്ക് ഷുഗർ വരില്ല. ഇത് നിങ്ങൾ ഇനി പറയുന്ന മാറ്റർ നന്നായിട്ട് മനസ്സിലാക്കണം. നിങ്ങളൊരു 40-ാമത്തെ വയസ്സിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ചെക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഡയബറ്റിക് ഉണ്ടെന്ന് അറിയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ 15 കൊല്ലം മുമ്പ് നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമുക്കൊരു ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലാണ് നമ്മുടെ ഷുഗർ ലെവൽ സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഇൻസുലിൻ സെല്ലുകളുമായിട്ടുള്ള വർക്കില് ഇൻസുലിൻ പറയുന്നത് സെല്ല് കേൾക്കാതെ ഓപ്പൺ ചെയ്യാതെ ഗ്ലൂക്കോസിനകത്ത് കയറ്റാതിരിക്കുന്ന ഒരു പ്രാഥമിക ഘട്ടമുണ്ട്. ഈ ഘട്ടത്തിൽ നമുക്ക് ഷുഗർ ഉണ്ടാവില്ല, കാര്യമായ ലക്ഷണങ്ങളുമില്ല. ചില ദിവസം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഷുഗർ ഇങ്ങനെ കൂടി നിൽക്കുന്ന കാണാം. ഒരാഴ്ച കഴിഞ്ഞ് ചെക്ക് ചെയ്യുമ്പോൾ ഷുഗർ നോർമലായി കാണാം. ഇങ്ങനെയുള്ള ചില മാറ്റങ്ങൾ അല്ലാതെ ഒന്നും ഉണ്ടാകില്ല. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഘട്ടത്തിൽ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്, അരി, ഗോതമ്പ്, റസ്ക്, ബിസ്ക്കറ്റ്, പഴങ്ങള്, ബേക്കറി ഇതൊക്കെ അനിയന്ത്രിതമായിട്ട് കഴിക്കുമ്പോൾ പതുക്കെ നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസിൽ നിന്ന് പ്രീ ഡയബറ്റിക് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് മാറും. അതായത് ഷുഗറിന് തൊട്ട് മുകളിലുള്ള സ്റ്റേജ്. ഈ പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആണ് നിങ്ങൾക്കെങ്കിൽ ഒരു സംശയം വേണ്ട, നന്നായിട്ട് ഭക്ഷണം നിയന്ത്രിച്ച് വ്യായാമമൊക്കെ ചെയ്താൽ ഡയബറ്റിക്കിലേക്ക് പോകില്ല. എന്നാൽ അവിടെ നമ്മുടെ ഒരു സ്വഭാവം അറിയാലോ, നമ്മളിതൊന്നും ശ്രദ്ധിക്കാതെ ജീവിക്കുന്നവരാണ് അല്ലെ. അപ്പൊ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഈ പ്രീ ഡയബറ്റിക്കിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ടൈപ്പ് 2 ഷുഗറിലേക്ക് മാറും. ഇവിടെയും നമ്മൾ മരുന്ന് കഴിച്ച് വൈകുന്നേരത്തെ ചോറിന് പകരം ചപ്പാത്തി ആക്കി നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയും പഞ്ചസാര ചായയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുകയും ബാക്കി ഇഷ്ടംപോലെ ഫുഡ്, നേന്ത്രപ്പഴം പഴുത്തതുവരെ കഴിക്കുന്ന ഡയബറ്റിക് പേഷ്യന്റ് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇങ്ങനെ ഡയബറ്റിക്കിനെ കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ അഴിച്ചു വിട്ട് കഴിയുമ്പോൾ അടുത്ത സ്റ്റേജാണ് കോംപ്ലിക്കേഷൻ ഘട്ടം. ഇവിടെ തൊട്ട് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അടുത്ത ലാസ്റ്റ് സ്റ്റേജാണ് അഡ്വാൻസ് കോംപ്ലിക്കേഷൻ ഘട്ടം. ഈ ഘട്ടത്തിൽ എത്തുമ്പോഴാണ് കുഴപ്പങ്ങൾ സ്റ്റാർട്ട് ചെയ്യണത്. ഒരിക്കലും ഡയബറ്റിക് വന്ന ഒരാളും പെട്ടെന്ന് മരിച്ചു പോകില്ല. വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങുന്ന പ്രോസസ്സിന്റെ ഒടുവിലാണ് പണി കിട്ടുന്നത്. അപ്പൊ നമ്മൾ കുറച്ചൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ അവയർനെസ് ആയി കഴിഞ്ഞാൽ ഡയബറ്റിക്കിൽ നിന്ന് നമുക്ക് മോചനം പ്രാപിക്കാം എന്നുള്ള യാതൊരു സംശയമില്ല. ഷുഗർ ആകാനുള്ള കാരണം, നമ്മൾ എങ്ങനെയാണ് ഷുഗർ അപകടകാരിയാണെന്ന് വെറുതെ ഞാൻ പറയുന്നതല്ല, ഡോക്ടേഴ്സും പറയുന്നതല്ല. ഷുഗർ അപകടകാരിയാകാനുള്ള പ്രധാന കാരണം അതുണ്ടാക്കുന്ന കോംപ്ലിക്കേഷനാണ്. ചെറിയൊരു വിഷയം അല്ലത്. ഷുഗറിനെ ദീർഘകാലം കൊണ്ടു നടക്കുകയും ശരീരത്തിലെ ഒട്ടുമിക്ക അവയവങ്ങളെയും അങ്ങനെ കൊണ്ടു നടന്നാൽ ശരീരത്തിലെ ഒട്ടുമിക്ക അവയവങ്ങളെ അത് ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കണ്ണുകളെ ബാധിക്കും, കൈകാലുകളെ ബാധിക്കും, അതുപോലെ തന്നെ ഞരമ്പുകളെ, നാഡികളെ ഒക്കെ ഇത് ബാധിക്കും. ത്വക്കിനെ ബാധിക്കും, മസിലുകളെ ബാധിക്കും, വൃക്കകളെ ബാധിക്കും, ഞരമ്പുകളെ, തലച്ചോറിനെ, ഹാർട്ടിനെ, എല്ലാത്തിനെയും ഇത് ബാധിച്ച് നമ്മുടെ ശരീരത്തെ ആകമാനം ഒരു കരിമ്പിൻ ചണ്ടിയെ പോലെ ചവച്ച് തുപ്പിക്കളയുന്ന ഒരു രോഗമായിട്ടാണ് ഷുഗറിനെ നമ്മുടെ സയൻസ് അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് പറയുന്നത്. അങ്ങനെ തന്നെയാണ്. ഒരിക്കലും തിരിച്ചു വരാനാവാത്ത രീതിയിൽ ഒരു ഡയബറ്റിക് പേഷ്യന്റിന്റെ ശരീരത്തെ നശിപ്പിക്കുന്ന, അവസാനം ആ വ്യക്തി ഒരുപക്ഷെ പലരും നമുക്കറിയാം കുഴഞ്ഞു വീണ് മരിക്കുന്ന അവസ്ഥ, മരണത്തിന് വരെ കീഴടങ്ങേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് വരാൻ കാരണം ഈ ഷുഗർ അത്ര ഡേഞ്ചറസ് ആണ് എന്നുള്ളത് തന്നെയാണ്. അതിനങ്ങനെ വേണം കാണാൻ. അടുത്ത സ്ലൈഡ് ഇട്ടു, 4ാമത്തെ സ്ലൈഡ് ഇട്ടു. ഷുഗർ കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ, ഗ്ലൂക്കോസ് നമ്മൾ കുറെ കാലം നമ്മുടെ ഉള്ളിൽ ഷുഗർ ഉണ്ട്. ഒരു 10 വർഷം 6 വർഷമൊക്കെ ഷുഗർ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ, ഈ ചിത്രം നിങ്ങൾ നന്നായിട്ട് കാണുക. നമ്മുടെ ഉള്ളിലുള്ള ഗ്ലൂക്കോസ് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ, ബ്ലഡിലെ രക്തക്കുഴലുകളിലൂടെയാണ് ബ്ലഡ് ഒഴുകുന്നത് അല്ലെ. ഈ രക്തക്കുഴലുകളിൽ കുറെ നാൾ ഈ ഗ്ലൂക്കോസ് ഇങ്ങനെ കിടന്നാൽ, അതായത് നമ്മുടെ ഡയബറ്റിക് പേഷ്യന്റ് ആയി കഴിഞ്ഞാൽ ഇത് ചിലതരം പ്രോട്ടീനുകളുമായിട്ട് ഇത് ചേർന്ന് ഒരു പുതിയ കോമ്പൗണ്ട് ഉണ്ടാകും. ഇതിന്റെ രൂപം മാറിയിട്ട് ഇതിനകത്ത് അടിഞ്ഞിരിക്കുന്ന പോലുള്ള ഒരു മഞ്ഞ കളറുള്ള ചീത്ത കൊഴുപ്പ് കട്ടകളെന്നോ പ്രോട്ടീൻ കട്ടകളെന്നോ ഒക്കെ വിളിക്കാവുന്ന ചില ചീത്ത കോമ്പൗണ്ടുകൾ ഉണ്ടാവും. ഡാമേജ് ആയ സാധനങ്ങൾ ഉണ്ടായിട്ട് ഇതൊരു പേസ്റ്റ് പോലെ ബ്ലഡ് വെസലിനകത്ത് പിടിക്കും. ചിലയിടത്ത് ഇത് കൂടും. അങ്ങനെ വരുമ്പോൾ ഈ ഇലാസ്റ്റിക് സ്വഭാവമുള്ള നമ്മുടെ വലിച്ചു നീട്ടാൻ പാകത്തിലുള്ള വളരെ ഒരു സ്പോഞ്ചി എഫക്റ്റ് ഉള്ള രക്തക്കുഴലുകൾ, അതിന്റെ ഭിത്തികളൊക്കെ, ഉള്ളിലെ ഭിത്തി കട്ടിയുള്ളതായിട്ട് രക്തത്തിന് ഒഴുകാൻ പ്രയാസമുള്ളതായിട്ട് വരും. ഇത് നിങ്ങൾക്ക് ഈ കുഴൽ കാണുമ്പോൾ തന്നെ അറിയാലോ, ഇതിനകത്തുകൂടി ബ്ലഡ് ഒഴുകാൻ വളരെ വിഷമമായിരിക്കും അല്ലേ. അപ്പൊ ഞരമ്പുകളിലൂടെ, ഓർക്കുക, നമ്മുടെ ഈ ഞരമ്പുകളിലൂടെ ഓക്സിജനും പോഷകാഹാരവും എത്തണം, നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തണം. ഞരമ്പുകളിലൂടെ മാത്രമേ
നമ്മൾ കഴിക്കുന്ന ഓക്സിജനും നമ്മുടെ ശ്വസിക്കുന്ന ഓക്സിജനും നമ്മൾ കഴിക്കുന്ന ഫുഡിലെ ന്യൂട്രീഷൻസും നമ്മുടെ ബോഡി മൊത്തത്തിൽ എത്തുള്ളൂ. പക്ഷെ ഞരമ്പുകൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഞരമ്പിനെ ഇത് നശിപ്പിക്കും. ഞരമ്പുകൾ പതുക്കെ പതുക്കെ നശിക്കാൻ തുടങ്ങും. ചില ഞരമ്പുകൾ പൊട്ടും. ഇങ്ങനെ ആകുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിന്റെ നമുക്കറിയാം കൈകൾക്കും കാലുകളിലും ഒക്കെ മരവിപ്പ്, തരിപ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. പല ഡയബറ്റിക് പേഷ്യന്റും പറയാറുണ്ട് കൈ മരവിക്കുന്നു, കാല് മരവിക്കുന്നു എന്നൊക്കെ പറയാൻ കാരണം അങ്ങോട്ടുള്ള രക്തക്കുഴലിന്റെ ഒക്കെ അവസ്ഥ ഇതാണ്. ഷുഗർ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ തൊട്ടടുത്ത സെക്കൻഡിൽ അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ BP ഉണ്ടാവും. BP സ്റ്റാർട്ട് ചെയ്യും, കൊളസ്ട്രോൾ സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഡയബറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ കൊളസ്ട്രോളിനും BP-ക്കും മരുന്ന്, ഡോക്ടർക്ക് അറിയാം BP വരുമെന്ന്. കാരണം എന്താണ്? ഈ ചിത്രം തന്നെ കണ്ടാൽ മതി അല്ലെ? ഈ ചിത്രം വളരെ തെളിവാണ്. കാരണം ആ ചിത്രം മാറ്റിയോ? അപ്പൊ ഈ ഇത് കാണുമ്പോ ഒരു സെക്കൻഡ് ഒന്നുകൂടി അപ്പൊ ഈ ചിത്രം കാണുമ്പോൾ തന്നെ അറിയാം BP എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഈ ചിത്രം കണ്ടാൽ മതി. വേറെ ഒന്നും നിങ്ങൾ കാണണ്ട. കാരണം എന്താണ്? ഈ നോക്കൂ, പിന്നെ ഈ BP എങ്ങനെ വരുന്നതെന്ന് പറയുന്നത് ഈ രക്തക്കുഴലുകൾ ഇടുങ്ങും. കണ്ട, ഈ രക്തക്കുഴൽ ഇങ്ങനെ ഇടുങ്ങുമ്പോൾ അങ്ങനെ കൂടി ബ്ലഡിന് ഒഴുകാൻ പറ്റാതെ വരുമ്പോൾ ഹാർട്ട് ഒരുപാട് പ്രഷർ എടുത്ത് ബ്ലഡിനെ പമ്പ് ചെയ്യും. ആ പ്രഷർ എടുക്കുന്ന പ്രഷറാണ് BP അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കാരണം ഈ കുഴലുകൾ ഇങ്ങനെ ആവുന്നതാണ്. അപ്പൊ മാത്രമല്ല ഈ BP ഉണ്ടാകാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഉയർന്ന ഗ്ലൂക്കോസ്, വർഷങ്ങളോളം നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ ഇങ്ങനെ ഉയർന്നു നിന്നാൽ വൃക്കയിലെ നമ്മുടെ കിഡ്നികളിലെ ചെറിയ ചെറിയ കുഴലുകളെയൊക്കെ നശിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ സോഡിയം, വെള്ളം എന്നിവയൊക്കെ പുറന്തള്ളാനായിട്ട് വൃക്കകൾക്ക് കഴിയാതെ വരികയും നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഫ്ലൂയിഡ് അടിഞ്ഞുകൂടുകയും ഇതും ഇങ്ങനെ വരുമ്പോൾ രക്തത്തിൽ ഫ്ലൂയിഡിന്റെ അളവ് കൂടുമ്പോൾ ബ്ലഡ് കൂടുതലാവുകയും അപ്പൊ ഓവർ സ്ട്രെയിൻ എടുത്ത് ഹാർട്ടിന് ബ്ലഡ് പമ്പ് ചെയ്യേണ്ടി വരുമ്പോഴും BP കൂടും. ഇതും ഇതിന്റെ കാരണമാണ്. അപ്പൊ നമുക്ക് സ്ലൈഡ് മാറ്റിക്കോളൂ. ഇങ്ങനെ BP ഉണ്ടായി കഴിഞ്ഞാൽ ഓർക്കുക, BP കൂടുതലായി കഴിഞ്ഞാൽ രക്തക്കുഴലിൽ നിരന്തരമായിട്ട് സമ്മർദ്ദം ഉണ്ടാവുകയും രക്തക്കുഴലുകളുടെ ഭിത്തി വീണ്ടും വീണ്ടും ഷുഗർ കൊണ്ട് ഓൾറെഡി കട്ടിയാകുന്ന രക്തക്കുഴലിന്റെ ഭിത്തികൾ ഈ BP കൂടുതലാകുമ്പോൾ വീണ്ടും കട്ടിയാവുകയും പൊട്ടാനും സ്ട്രോക്കിലേക്ക് വരാനുള്ള കാരണമാണ് ഇതിന്റെ കാരണം എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്ലൈഡ് ഇടും, 5ാമത്തെ സ്ലൈഡ് ഇടും. ഇനി ഈ ഡയബറ്റിക് പേഷ്യന്റിന് വരുന്ന വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ യൂറിൻ ബ്ലാഡർ അതിനെ കംപ്ലൈന്റ് ആക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഇതാണ് നമ്മുടെ യൂറിൻ ബ്ലാഡറിന്റെ പൊസിഷനാണ് ഈ കാണിക്കുന്നത്. നോക്കൂ, ഇതൊരു ലേഡിയുടെ യൂറിൻ ബ്ലാഡറിന്റെ പൊസിഷനാണ്. അത് മാറ്റിക്കോളൂ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് മാറ്റിക്കോളൂ. ഈ ബ്ലാഡറിന് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ നെക്സ്റ്റ് സ്ലൈഡ് കാണുമ്പോൾ അറിയാം. ഈ ബ്ലാഡർ കണ്ട, ഈ ബ്ലാഡറിന്റെ ഒരു ഡയഗ്രം ഉണ്ട്. ഈ ബ്ലാഡറിലേക്കുള്ള നെർവുകൾ ഉണ്ട്. അതായത് ഈ യൂറിൻ പിടിച്ചു നിർത്താനും യൂറിനെ കൃത്യസമയത്ത് റിലീസ് ചെയ്യിക്കാനും അതിനുള്ള മെസ്സേജ് കിട്ടാനുള്ള നാഡീ വ്യൂഹങ്ങളും ഞരമ്പുകളും ഒക്കെ ഉണ്ട്. ഈ ബ്ലാഡറിലേക്കുള്ള ഈ നെർവുകളെ ഓർക്കുക, ഞരമ്പുകളെ മാത്രമല്ല നാഡികളെയും ഷുഗർ നശിപ്പിക്കും. നെർവുകളെ നശിപ്പിക്കുന്നതോടുകൂടി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മൂത്രത്തിന് കൃത്യമായി പോകാൻ പറ്റാത്ത ഒരു മെസ്സേജ് കിട്ടാതെ വരികയും ഇത് അൺകൺട്രോൾഡ് ആയിട്ട് യൂറിൻ പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല ഈ യൂറിൻ സമയത്ത് പോകാതിരിക്കുമ്പോൾ അസമയങ്ങളിൽ ബ്ലാഡറിൽ യൂറിൻ കെട്ടിക്കിടക്കാനും ഇതൊരു കാരണമാവും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ഈ യൂറിൻ മൂത്രസഞ്ചികളത്ത് അമിതമായി കെട്ടിക്കിടക്കുമ്പോൾ അവിടെ ബാക്ടീരിയ വളരും. ഫലം എന്ത് വെച്ചാൽ അനാവശ്യമായി മൂത്രം ലീക്ക് ചെയ്യും, അല്ലാതെ യൂറിൻ പോവുകയൊക്കെ ചെയ്യും. ഇത് നമ്മുടെ യൂറിൻ ട്രാക്കിൽ വരുന്ന സംഭവമാണ്. മാറ്റിക്കോളൂ. അപ്പൊ നോക്കുക, നമ്മുടെ ഞരമ്പുകളെ ബാധിക്കുന്നു, നാഡികളെ ബാധിക്കുന്നു. ഒപ്പം തന്നെ ബ്ലാഡറിലെ യൂറിൻ കൺട്രോൾഡ് എന്ന് പറയുന്ന ഒരു വലിയ വിഷയത്തെയും ഷുഗർ കുഴപ്പക്കാരനാക്കും. ഇനി മറ്റൊരു 7ാമത്തെ സ്ലൈഡ് ഇട്ടുള്ളൂ. കണ്ണുകളെ, നമ്മുടെ ഡയബറ്റിക് ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് കണ്ണുകളെയാണ്. ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. കണ്ണിന്റെ കാഴ്ച പോകും. ഷുഗർ ദീർഘകാലം നിലനിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കണം നോക്കൂ. ഇപ്പൊ ഈ കാണുന്നത് മഞ്ഞ കളറിൽ കാണുന്നത് കണ്ണിന്റെ റെറ്റീനയുടെ ആ ഭാഗത്തുള്ള മാക്കുല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയാണ് നമ്മുടെ കണ്ണ്. ഇപ്പൊ എന്നെ നിങ്ങൾ കാണുന്നത് ക്ലാരിറ്റിയോടുകൂടി കാണുന്നത് ഈ പ്രദേശം ഉള്ളത് കൊണ്ടാണ്. അവിടെയൊക്കെ കാണുന്ന ഞരമ്പുകളുടെ വ്യൂഹങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ആ സ്ലൈഡ് മാറ്റിക്കോളൂ. ഈ റെറ്റീനയുടെ ഈ ചെറിയ ചെറിയ രക്തക്കൊഴലുകളെ അടുത്ത സ്ലൈഡിലേക്ക് മാറിക്കോളൂ. ആ രക്തക്കൊഴലുകളെ കംപ്ലീറ്റ് ഇവ നശിപ്പിക്കും. ഷുഗർ കണ്ണിന്റെ റെറ്റീനയിൽ കാണുന്ന ചെറിയ ചെറിയ ഞരമ്പുകളെ മുഴുവൻ കട്ടിയുള്ളതാക്കുകയും ആ കാണുന്ന കുഴലുകളിനകത്ത് വിള്ളലുള്ളതാക്കി മാറ്റുകയും ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? കണ്ണില് രക്തം വരും, രക്തപ്രവാഹം വളരെ മൈന്യൂട്ടഡ് ആയിട്ടുണ്ടാകും. പിന്നീട് കണ്ണിന്റെ കാഴ്ച പോകും. അടുത്തത് ഇവിടെയും ശ്രദ്ധിച്ചില്ല എങ്കിൽ എന്ത് സംഭവിക്കും? രക്തസ്രാവം ഉണ്ടാക്കും. ഈ സ്ലൈഡ് കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് കണ്ണിന്റെ വേറൊരു ചിത്രമാണ്. ആ കണ്ണിന്റെ ബാക്കിലൂടെ പോകുന്ന ഒരു ട്യൂബ് കണ്ടോ? എന്തിനാണ് പറയുന്നത്? ഒപ്റ്റിക്കൽ നെർവ് എന്നാണ് പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? കണ്ണിന്റെ കാഴ്ചയുടെ ഭാഗമായ മാക്കുല നശിക്കുന്ന പോലെ
ആ ഒപ്റ്റിക്കൽ നെർവിനെയും, കാരണം അതും ഒരു കുഴലാണ്, ആ ഒപ്റ്റിക്കൽ നെർവിനെയും ഡയബറ്റിക് ആക്രമിച്ച് അതിന്റെ ഉൾഭാഗമൊക്കെ നശിപ്പിക്കുന്നതോടുകൂടി ഒപ്റ്റിക്കൽ നെർവിന്റെ കംപ്ലൈന്റ് വരും. അപ്പൊ അങ്ങനെ വരുന്ന കംപ്ലൈന്റ് ആണ് ഗ്ലൂക്കോമ എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടില്ലേ ഗ്ലൂക്കോമ വന്ന്? കാരണം എന്റെ അമ്മയുടെ കണ്ണിന്റെ കാഴ്ചശക്തി പോയത് ഗ്ലൂക്കോമ വന്നിട്ടാണ്. കാരണം ഷുഗർ അത്രമാത്രം ഡേഞ്ചറസ് ആണ് എന്നുള്ളതാണ്. ആ സ്ലൈഡ് മാറ്റിക്കോളൂ. അടുത്തത് വേറൊരു പ്രോബ്ലം എന്ന് പറയുന്നത് രോഗപ്രതിരോധ ശേഷി. നമുക്ക് വളരെ വലിയൊരു, അടുത്ത സ്ലൈഡ് ഇട്ടു, 9ാമത്തെ സ്ലൈഡ് ഇട്ടുള്ളൂ. രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടു പോകും നമുക്ക്. അത് എങ്ങനെയാണ് രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുന്നത് വെച്ചാൽ, ഇപ്പൊ ഡയബറ്റിക് ദീർഘകാലമുള്ള ഒരാൾക്ക് പനി വരാം, പെട്ടെന്ന് പനി വരും. പനി വന്നാൽ മാറില്ല, അത് കുറെ നാൾ നിൽക്കും. കാരണം അവരുടെ രോഗപ്രതിരോധ ശേഷി നശിക്കുന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു കാരണമാണ് ഈ സ്ലൈഡിൽ കാണുന്നത്. ഇതിനകത്ത് രക്തത്തിനകത്തുള്ള കണ്ടന്റ് ആണ് ഈ കാണിക്കുന്നത്. ഇതിനകത്ത് വൈറ്റ് കളറിൽ കാണുന്നത് വൈറ്റ് ബ്ലഡ് സെൽസും റെഡ് കളറിൽ കാണുന്ന റെഡ് ബ്ലഡ് സെൽസുമാണ്. ഇതിൽ വൈറ്റ് കളറിൽ കാണുന്ന ബ്ലഡ് സെൽസ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രതിരോധ കോശങ്ങൾ. ഒരു വൈറസ് കയറി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇവനെ അടിച്ച് തകർത്ത് കളയും. അതാണ് ഈ വൈറ്റ് ബ്ലഡ് സെൽസിന്റെ പ്രത്യേകത. പക്ഷെ ഷുഗർ ഉള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു അറിയാമോ? അതിനകത്ത് ഷുഗർ ഉള്ളവർക്ക് ബാക്ടീരിയകൾ വളരാനുള്ള സാധ്യത ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ പിന്നെ മാത്രമല്ല ഈ വൈറ്റ് ബ്ലഡ് സെൽസിന്റെ പ്രവർത്തനത്തെ ദുർബലമാക്കുന്ന ഒരു കണ്ടന്റ് ആണ് അമിതമായ ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറയുന്നത്. നമുക്ക് ഗ്ലൂക്കോസിന്റെ ഡാമേജ് ഒന്ന് ആലോചിച്ച് നോക്കി. ഇവൻ ദീർഘകാലം ഇത് സെല്ലിന്റെ ഉള്ളിൽ പോകുന്ന സാധനം രക്തക്കുഴലിൽ ദീർഘനാൾ കിടന്നാൽ വൈറ്റ് ബ്ലഡ് സെൽസിന്റെ പ്രവർത്തനം നശിപ്പിക്കും. മാത്രമല്ല ബാക്ടീരിയകൾക്ക് വളരാനുള്ള അവസരമൊരുക്കും. ഇത് നമ്മുടെ തൊലി, യൂറിൻ, കണ്ണ്, പിന്നെ അങ്ങനെ പല്ല്, ഇവിടങ്ങളിലൊക്കെ ബാക്ടീരിയ വളരാനും കണ്ണിന് കാഴ്ചക്കുറവ് വരാനും പല്ലിന് കംപ്ലൈന്റ് വരാനും മൂത്രത്തിന് പ്രശ്നങ്ങൾ വരാനും അണുബാധ ഉണ്ടാകാനും സ്കിന്നിൽ പ്രോബ്ലം വരാനും ഒക്കെയുള്ള സാധ്യതകൾ തുറന്നിടുന്ന ഒരു അവസ്ഥയാണ് ഡയബറ്റിക് എന്ന് പറയുന്നത്. ചെറിയൊരാളല്ല. മാത്രമല്ല ആന്റിബോഡികൾ, നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ആന്റിബോഡികളെ അതിന്റെ പ്രവർത്തനത്തെ ഷുഗർ നശിപ്പിക്കുമെന്നാണ് ഒത്തിരി പഠനങ്ങൾ പറയുന്നത്. അടുത്ത സ്ലൈഡ്, 10ാമത്തെ സ്ലൈഡ് ഇട്ടോളൂ. ഇത് സ്കിന്നിനെ ബാധിക്കും. നമ്മുടെ തൊലി, ഈ കാണുന്ന മനോഹരമായ സ്കിന്നിനെ ബാധിക്കും. എങ്ങനെ സ്കിന്നിനെ ബാധിക്കുന്നു അറിയാവോ? ഈ ചിത്രം നിങ്ങൾ കണ്ടാൽ മതി. സ്കിന്നിനെ എങ്ങനെ ബാധിക്കുന്നത്? അധികമായിട്ട് നമ്മുടെ ബ്ലഡിൽ കിടക്കുന്ന ഗ്ലൂക്കോസ് നമ്മുടെ സ്കിന്നിൽ ഫംഗസ് വളരാൻ ഇടയാക്കും. നമ്മുടെ ഞരമ്പുകൾക്ക് കംപ്ലൈന്റ് വന്നിട്ട് സ്കിന്ന് പൊട്ടും. ഈ പൊട്ടുന്ന സ്ഥലത്ത് കൂടി ഇൻഫെക്ഷൻ ഉണ്ടാകും. അത് കണ്ണിലും നഖങ്ങളിലും ഒക്കെ ഉണ്ടാകും. ഇതുപോലുള്ള വ്രണങ്ങളിലൂടെയൊക്കെ ഉണ്ടാകും. രക്തപ്രവാഹം കുറയുന്നത് കൊണ്ട്, പ്രതിരോധ ശേഷി കുറയുന്ന ഒരാളായതുകൊണ്ട് തന്നെ മുറിവുകൾ ഉണങ്ങാനായിട്ട് വളരെ വൈകും. തന്നെയല്ല നമ്മുടെ രക്തക്കുഴലിനകത്തൊക്കെയുള്ള ബ്ലഡ് നല്ല ബ്ലഡ് ഒന്നും അല്ല, ഷുഗറി ബ്ലഡാണ്. അതൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ ഉണങ്ങാനായിട്ട് ഒരുപാട് താമസം ഉണ്ടാക്കും. നോക്കൂ, എത്രമാത്രം കുഴപ്പങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രോഗമാണ് ഷുഗർ. നോക്കൂ. മാത്രമല്ല നിങ്ങൾ കണ്ടിട്ടില്ലേ ഡയബറ്റിക് പേഷ്യന്റെ മസിലുകൾ ദ്രവിക്കുന്നു, മസിലുകൾ ചുരുങ്ങും, അല്ലെ? മസിൽ കുറഞ്ഞിട്ട് ഫാറ്റ് കൂടും. ചിലർക്ക് ഫാറ്റും ഉണ്ടാകില്ല, മസിൽ കുറഞ്ഞു പോകും. മസിലുകളിലേക്ക് പോകുന്ന കുഴലുകളൊക്കെ നശിക്കുന്നതാണ് അതിന്റെ കാരണം. ഏറ്റവും കൂടുതൽ ഷുഗർ ബാധിക്കുന്ന രക്തക്കുഴലുകളെ. മസിലുകളിലേക്ക് പോകുന്ന കോടിക്കണക്കിന് രക്തക്കുഴലുകളുണ്ട്. മസിലുകൾക്ക് ആവശ്യമായ ഗ്ലൂക്കോസും എനർജിയും കൊഴുപ്പും ഒക്കെ കൊടുക്കുന്ന കുഴലുകളെയൊക്കെ ഈ ഷുഗർ നശിപ്പിക്കുന്നത് കൊണ്ട് മസിലുകൾക്ക് എനർജി കിട്ടാതെ വരും, ഓക്സിജൻ കിട്ടാതെ വരും, പോഷകാഹാരം കിട്ടാതെ വരുമ്പോൾ എന്ത് പറ്റും? മസിലുകളൊക്കെ പതുക്കെ നശിക്കും. ഇതെല്ലാം ഒരു ദിവസം കൊണ്ടോ 4-5 മാസം കൊണ്ടോ സംഭവിക്കുന്നില്ല. വർഷങ്ങളോളം ഷുഗറിനെ കൊണ്ട് നടക്കുന്നവർക്ക് സംഭവിക്കുന്നതാണ്. അങ്ങനെയുള്ളവർക്ക് എന്ത് സംഭവിക്കും? കൈകാലുകളുടെ ബലം കുറയും, വേഗം തളരും, മസിൽ ലോസ് സംഭവിക്കും, ഫാറ്റ് കൂടും, അല്ലെ? പിന്നെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് സെക്സ് തകരാറ് വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞാണ്, ചെറിയൊരു കാര്യമല്ല, ഒരുപാട് കുടുംബ ബന്ധങ്ങൾ നശിക്കും, അല്ലെ? കാരണം പുരുഷന്റെ സെക്സ് വർദ്ധിപ്പിക്കുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റെറോൺ. സ്ത്രീകളുടെ സെക്സ് ആഗ്രഹങ്ങളെ കൊണ്ടുവരുന്നതാണ് ഈസ്ട്രോജൻ ഹോർമോൺ. ഇതിന്റെ രണ്ടിന്റെ അളവ് ഷുഗർ ഉള്ളവർക്ക് കുറയുമ്പോൾ എന്ത് പറ്റും? ഇതിനോടുള്ള താല്പര്യം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് വർഷങ്ങളായിട്ട് ഡയബറ്റിക് ഉള്ളവർക്ക് സെക്സിനോട് താല്പര്യം ഇല്ലാണ്ട് വരുന്നത്. ഹോർമോൺ കുറയ്ക്കുന്നതുകൊണ്ടാണ്. ഷുഗറിനൊപ്പം ബിപിയും കൊളസ്ട്രോളും ഹൃദ്രോഗമൊക്കെ വരുന്നവർക്ക് അതിന് കഴിക്കുന്ന ചില മരുന്നുകളും ലൈംഗിക ശേഷി നശിപ്പിക്കും. പിന്നെ മാത്രമല്ല, തലച്ചോറിൽ നിന്ന് ഈ സെക്സ്വൽ വികാരങ്ങൾ തോന്നുന്ന ഒരു സിഗ്നൽ പാസ് ചെയ്യണ പാത്തുണ്ടല്ലോ, നാഡികളെ നശിപ്പിക്കുന്നതോടുകൂടി സംഗതി എല്ലാം കഴിഞ്ഞു. നമുക്ക് ആ കഴിവെന്ന് പറയുന്ന സമയത്ത് നഷ്ടപ്പെട്ടു പോകാം. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തിമിരം വരാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താ? കണ്ണിന്റെ ലെൻസ് മങ്ങിപ്പോകും ഷുഗർ ഉള്ളവർക്ക്. തിമിരം വരാനുള്ള സാധ്യത ഡയബറ്റിക് പേഷ്യന്റിന് വളരെ കൂടുതലാണ്. ഇതൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട വിഷയമാണ്. നമുക്ക് സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാനത് ഇങ്ങനെ പോവുകയാണ്. ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം 11ാമത്തെ സ്ലൈഡ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങൾക്ക് തരുന്ന ഈ സ്ലൈഡ് മാറ്റിക്കോളൂ. ഏറ്റവും വലിയ മെസ്സേജ് നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ മെസ്സേജ് ഞാൻ ഈ പറയാൻ പോകുന്നതാണ്. ഏറ്റവും കൂടുതൽ ഇന്ന് സമൂഹത്തിൽ വരുന്ന ഒരു വിഷയമാണ് സൈലന്റ് അറ്റാക്ക്, കുഴഞ്ഞു വീണ് മരിക്കുക. എന്തുകൊണ്ട് ഡയബറ്റിക് പേഷ്യന്റിന് സൈലന്റ് അറ്റാക്ക് വരുന്നു? ഞാനിതിപ്പോ പറയാൻ പോകുന്ന മാറ്റർ അതാണ്. ഒത്തിരി പേര് കുഴഞ്ഞു വീണു, സിനിമാ നടന്മാര്, ഗായകന്മാർ, അല്ലെ? സിമ്പിൾ ആണ് എന്റെ കാരണം.
നമുക്ക് പെയിൻ അറിയണമെങ്കിൽ സിഗ്നൽ തലച്ചോറിൽ ചെല്ലണം. സിഗ്നൽ അവിടുന്ന് തിരിച്ചു തരണം, പെയിൻ. ഇത് പറയണം തലച്ചോറ്. പക്ഷെ ഹാർട്ടിൽ നിന്ന് തലച്ചോറിലേക്ക് പോകുന്ന പെയിൻ അറിയാനുള്ള, സിഗ്നൽ വരാനുള്ള നാഡികളെ, നെർവുകളെ ഷുഗർ നശിപ്പിക്കും. ഇതോടുകൂടി ചെസ്റ്റ് പെയിൻ അറിയാനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെടുകയും അവർക്ക് ചെസ്റ്റ് പെയിൻ വരുന്നുണ്ട്, പക്ഷെ അതറിയുന്നില്ല, ഹാർട്ട് അറ്റാക്ക് കുഴഞ്ഞു വീണ് മരിക്കുകയും ചെയ്യും. ഷുഗർ ഹാർട്ടിലേക്കുള്ള രക്തക്കുഴലുകളെ കട്ടിയുള്ളതാക്കി മാറ്റും. നിങ്ങൾ ഈ ചിത്രം, ഇപ്പൊ ഈ സ്ലൈഡ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം കേട്ടോ, ഹാർട്ടിൽ നിന്ന് തലച്ചോറിലേക്ക് പോകുന്ന ആ സാധനം പോകണ്ട, ആ പാത്ത് കണ്ടോ, ഇതെല്ലാം ഇവ നശിപ്പിക്കുമ്പോൾ പെയിൻ അറിയില്ല. മാത്രമല്ല ആ ഹാർട്ടിന്റെ പിക്ചർ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഹാർട്ടിനൂടെ പോകുന്ന ഞരമ്പുകളുണ്ട്, നല്ല വലിയ രക്തക്കുഴലുകളാണ്. അതിന്റെയൊക്കെ ഉൾഭാഗങ്ങളെ ഇവൻ കട്ടിയുള്ളതും പിന്നെ സ്പോഞ്ചി പിന്നെ ഞരമ്പുകളെ ഇവൻ കട്ടിയുള്ളതാക്കി മാറ്റുമ്പോൾ അവിടെയൊക്കെ ഈ മുമ്പ് കാണിച്ച പേസ്റ്റ് അടിഞ്ഞു കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? രക്തം എപ്പോഴാണോ വരുന്നത് ആ സമയത്താണ് പണി കിട്ടുന്നത്. ഇത് സൈലന്റ് അറ്റാക്കിനുള്ള കാരണം ഡയബറ്റിക് ആണ്. അതുപോലെ സ്ട്രോക്ക് വരാനുള്ള കാര്യം ആരാണ്? ഷുഗറാണ്. ഇതൊക്കെ നമുക്ക് ചുറ്റുപാടുമുണ്ട്. ഇപ്പൊ സ്ട്രോക്ക് വരുന്ന പിന്നെ ഒരാളിനെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. പിന്നെ ഒരു 80% പേർക്കും നിങ്ങൾ ചോദിച്ചു നോക്കിയോ, അവർക്ക് വർഷങ്ങളായിട്ട് ഷുഗർ ഉണ്ടാവും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ദീർഘനാള് ഷുഗറിനെ കൊണ്ടു നടന്നാൽ, 12ാമത്തെ സ്ലൈഡ് ഇട്ടുള്ളൂ, ദീർഘനാള്, അടുത്ത സ്ലൈഡ് ഇട്ടുള്ളൂ, ദീർഘനാള് ഷുഗറിനെ കൊണ്ടു നടന്നാൽ എന്ത് സംഭവിക്കും? ഈ തലച്ചോറിലേക്കുള്ള രക്തക്കൊഴലുകൾ സ്വാഭാവികമായിട്ടും കട്ടിയാവും അല്ലെ? കണ്ട ചിത്രം കാണുമ്പോൾ നമുക്കറിയാം, രക്തക്കൊഴൽ നേരത്തെ പറഞ്ഞ കൊഴുപ്പ് കട്ടകളൊക്കെ അടിഞ്ഞുകൂടും. ഇത് രക്തം നന്നായിട്ട് ഒഴുകുന്നതിന് തടസ്സം വരും. ഇത് എപ്പോഴാണോ ഇത് സംഭവിക്കുന്നത് അപ്പോൾ അടിക്കും സ്ട്രോക്ക്. പക്ഷെ നമ്മൾ സ്ട്രോക്ക് വരുന്നവര് രോഗികളാകുമ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് അവരെ കൂടുതലായിട്ട് നമ്മൾ അവരെ സ്നേഹിക്കും. എങ്ങനെ കൂടുതലായിട്ട് സ്ട്രോക്ക് വന്ന ഒരാളെ സ്നേഹിക്കുന്നത്? നമ്മൾ നല്ല ഫുഡ് കൊടുക്കും. ഈ നല്ല ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചോറും കറികളും വറുത്തമീനും നേന്ത്രപ്പഴമൊക്കെ കൊടുക്കുന്ന എത്രയോ ആളുകളുണ്ടെന്നറിയോ? എത്രയോ പേരെയാണ് ഈ അറിവില്ലായ്മ കൊണ്ട് കൊന്നെടുക്കണമെന്നറിയാവോ? അപ്പൊ അവിടെ ഷുഗറിനെ നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെ ചെയ്യേണ്ടത്. ഇതറിയാത്ത ആൾക്കാർ അവരെ കൂടുതൽ സ്നേഹിച്ച് വീണ്ടും അടുത്ത സ്ട്രോക്ക്, 3 തവണ വരെയൊക്കെ സ്ട്രോക്ക് വന്നിട്ട് 3ാം തവണ മരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് ഈ പറയുന്ന പിന്നെ ഈ തലച്ചോറിലേക്ക് പോകുന്ന കുഴലിൽ വരുന്ന ഈ ഡാമേജ് ഉയർന്ന BP കാരണമാകും. അധിക BP രക്തക്കുഴലിനെ നശിപ്പിക്കും, BP നശിപ്പിക്കും. ഈ പിന്നെ മുമ്പ് പറഞ്ഞ കുഴലിനകത്തുള്ള കട്ടിയായെങ്കിലും അതിനകത്ത് ആ പ്രോട്ടീൻ കട്ടകൾ അടിഞ്ഞുകൂടി കുഴൽ ഡാമേജ് ആകുമ്പോഴും അവിടെ സ്ട്രോക്ക് വരും. ചില രക്തക്കുഴലുകൾ പൊട്ടിയിട്ട് തലച്ചോറിലേക്ക് രക്തം പമ്പ് ചെയ്യും. അവരൊന്നും നമുക്ക് കിട്ടുക പോലും ഇല്ല അല്ലെ? ഷുഗർ ഉള്ള ആളുകളുടെ രക്തം എന്ന് പറയുന്നത്, വേറൊരു കാര്യം കൂടി ഉള്ളത്, രക്തം വളരെ കട്ടിയുള്ളതാണ്. മാറ്റിക്കോളൂ, സ്ലൈഡ് മാറ്റിക്കോളൂ. ഷുഗർ ഉള്ള ഒരാളുകളുടെ രക്തം എന്ന് പറഞ്ഞാൽ കട്ടിയുള്ളതാണ്. ഇപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, കുറച്ച് പഞ്ചസാര ഒരു ലായനിയൊക്കെ എടുത്ത് നമ്മളിങ്ങനെ കയ്യിൽ മുക്കിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഒട്ടിപ്പിടിപ്പിച്ച് ഉണങ്ങി കഴിയുമ്പോൾ കൈയൊന്നും വിടർത്തി നോക്കൂ, ഒട്ടിപ്പിടിക്കും കൈ. അത്രയും പശയുള്ള ബ്ലഡ് ആയിരിക്കും നമ്മുടെ. ഈ പശയുള്ള ബ്ലഡൊക്കെ രക്തക്കുഴലിലൂടെ ഒഴുകിയുള്ള അവസ്ഥ ഒന്ന് ആലോചിക്കുക. അടുത്ത ചിത്രം ഇട്ടും, 13ാമത്തെ ചിത്രം ഇട്ട്. വൃക്കകൾ ഏറ്റവും കൂടുതൽ ഷുഗർ ബാധിക്കുന്നത് വൃക്കകളെയാണ് ബാധിക്കുന്നത്. നിങ്ങൾക്ക് ഈ ചിത്രം കാണുമ്പോൾ അറിയാം. നോക്കുക, നിങ്ങൾ ചിത്രം നോക്കിയാൽ ഇത് വെറുതെ ഒരു മെക്കാനിസം ഒന്നും അല്ല. നമ്മുടെ കിഡ്നിനകത്ത് എത്രമാത്രം കുഴലുകൾ ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. അതിനകത്ത് ഫിൽട്ടറിങ് യൂണിറ്റുകൾ, നെഫ്രോണുകൾ, ബ്ലഡ് വെസൽസ് എല്ലാം കൊണ്ട് പൊതിഞ്ഞ ഭയങ്കര ഒരു അമേസിങ് ഫാക്ടറിയാണ് നമ്മുടെ വൃക്കകൾ എന്ന് പറയുന്നത് അല്ലെ? ഈ വൃക്കകളെ എങ്ങനെ ബാധിക്കുന്നത്? നമുക്ക് ദീർഘകാലം ഷുഗറിനെ കൊണ്ടു നടന്നാൽ വൃക്കയിലെ ഈ ഫിൽട്ടറിങ് യൂണിറ്റ്, നെഫ്രോൺസ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ നശിച്ചു പോകും. നെഫ്രോണുകളാണ് നമ്മുടെ എന്ത് ഭക്ഷണം കഴിച്ചാലും ഇത് ഫിൽട്ടർ ചെയ്യുന്നത് ഈ നെഫ്രോണുകളാണ്. ഇപ്പൊ വൃക്കയിൽ ഏകദേശം ഒരു വൃക്കയിൽ ഏകദേശം ഒരു 10 ലക്ഷത്തോളം നെഫ്രോണുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഉയർന്ന ഷുഗർ നെഫ്രോണുകളുടെ ഭിത്തിയെ കട്ടിയുള്ളതാക്കി മാറ്റും, അതിന് വിള്ളലുകൾ വീഴ്ത്തും. ഈ വിള്ളലുകളുടെ ഫലമായിട്ട് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ, അതിനകത്ത് ഈ ആൽബുമിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ മൂത്രത്തിലേക്ക് ഒഴുകും. ഇതൊക്കെ അതിനകത്തുനിന്ന് കറക്റ്റ് ചെയ്ത് പോകേണ്ട സാധനങ്ങൾ ഈ ഇതിനകത്തുള്ള ഫിൽട്ടറിങ് യൂണിറ്റിൽ വിള്ളൽ വരുമ്പോൾ ആൽബുമിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ മൂത്രത്തിലൂടെ വരും, ചോർന്നു പോകും. ഇത് ശ്രദ്ധിച്ചില്ല എങ്കിൽ കുറച്ചുനാൾ കഴിയുമ്പോൾ അത് വലിയ പ്രശ്നത്തിലേക്ക് മാറും. തുടക്കത്തിൽ ആൽബുമിൻ പുറത്ത് വരും, പക്ഷെ അത് അടുത്ത ഘട്ടത്തിൽ പിന്നീട് വരുന്നത് ഗ്ലോബുലിൻ, പിന്നെ ക്രിയാറ്റിൻ അല്ലെ, റെഡ് ബ്ലഡ് സെൽസ്. ചിലപ്പോൾ ഈ മൂത്രത്തിലൂടെ ബ്ലഡ് ഒക്കെ വരുന്നുണ്ടല്ലേ, അതൊക്കെ ഈ കിഡ്നിയിലെ ഈ ഫിൽട്ടറിങ് യൂണിറ്റിലെ ചെറിയ കുഴലുകളൊക്കെ പൊട്ടുന്നതുകൊണ്ടാണ്. ഇതിന്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് പിന്നീട് ലാസ്റ്റ് കിഡ്നി ഡാമേജ് ആവുകയും ഒക്കെ ചെയ്യും. ഈ കിഡ്നി ഡാമേജ് ആയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത്, നമുക്ക് ഏറ്റവും അറിയാൻ പറ്റും, ഇതിനെ മാലിന്യം. നമുക്ക് മര്യാദക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും, വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല അല്ലെ? ഡോക്ടർ പറയും വെള്ളം കുടിക്കരുതെന്ന് പറയും. അപ്പൊ ഇങ്ങനെ വെറുതെ ചുണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ആവശ്യത്തിന് വെള്ളം കുടിക്കും. ഇപ്പൊ ഇങ്ങനെ ഒരുപാട് ദൂരവ്യാപകമായ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നക്കാരനാണ് ഷുഗർ എന്ന് പറയുന്നത്. ഇത് മരുന്ന് കഴിച്ചാൽ മാറും. ഇത്
മരുന്ന് കഴിച്ചാൽ ഒരു കാരണവശാലും മാറില്ല. അപ്പോൾ ആൾക്കാർ പറയും എൻ്റെ ഷുഗർ 140 ആണല്ലോ, അല്ലെങ്കിൽ 125 നിൽക്കുന്നത്. പലരും അങ്ങനെ പറയാറുണ്ട്. പക്ഷെ എപ്പോഴായി 140, 125, 110 ഒക്കെ നിൽക്കണമെന്ന് അറിയാമോ? 500 mg മെട്രോമിൻ, ചിലര് 15 യൂണിറ്റ് ഇൻസുലിൻ. ഇത്രയും ഹൈ ഡോസ് മരുന്ന് കഴിക്കുമ്പോഴാണ് ഷുഗർ നോർമൽ ആകുന്നത്. നിങ്ങൾ ആ മരുന്നൊന്ന് ഒരാഴ്ച നിർത്തിക്ക്, കാണാൻ കഴിയും. അപ്പൊ എന്ത് പറ്റും? ഷുഗർ അടിച്ചു കയറുന്ന കാണാം. അപ്പൊ മരുന്നിനെ ഇവനെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ട് നിർത്താനല്ലാതെ ഷുഗറിനെ മാറ്റാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയാ പിന്നെ ഷുഗറിനെ മാറ്റുന്നത്? ഷുഗറിനെ മാറ്റണമെങ്കിൽ കൃത്യമായ ഡയറ്റ് പ്ലാനിലൂടെ ഷുഗറിനെ നോർമൽ ആക്കണം. ഇത് ഡോക്ടേഴ്സ് അവരുടെ യൂട്യൂബ് ചാനലിലൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 3 സ്റ്റെപ്പാണെന്നാണ്. നിങ്ങളിപ്പോ എന്റെ വീഡിയോ കണ്ടല്ലോ അല്ലെ? ഇതിനകത്ത് കോംപ്ലിക്കേഷൻസ് എത്ര തീവ്രമാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായല്ലോ അല്ലെ? എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് ഷുഗറിനെ നോർമൽ ആക്കാനായിട്ട് ഡയറ്റ് പ്ലാൻ ഉണ്ട്. അതിന് ചില സപ്ലിമെന്റ്സും ഒക്കെ ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് യൂസ് ചെയ്ത്, കൃത്യമായ വ്യായാമമൊക്കെ ചെയ്ത്, കൃത്യമായ മൈൻഡ് സെറ്റോട് കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഭീകരനായ രോഗത്തെ നോർമൽ ആക്കി എടുക്കാൻ പറ്റും. അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ബൈ.